ദൈവനാമത്തിന് മഹത്വം കരയറ്റുന്നു. ഈ രാത്രികാലവും ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലേഖനത്തെ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. അതിന്റെ 1, 2 അധ്യായങ്ങൾ. ആദ്യത്തെ ഭാഗം വ്യക്തിപരമായ വിഷയങ്ങൾ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യുവാൻ തൊക്കണം ഇടയായല്ലോ. ഈ രാത്രികാലം അതിന്റെ 2ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അതിന്റെ 3, 4 അധ്യായങ്ങൾ ഉപദേശപരമായ വിഷയങ്ങൾ. 3ാമത്തെ ഭാഗം അതിന്റെ 5, 6 അധ്യായങ്ങൾ ജീവിതപരമായ വിഷയങ്ങൾ. ഇതിൽ ഇന്ന് 3ാമത്തെ അധ്യായം നമ്മൾ തുടങ്ങിയാണ്. ഈ ലേഖനത്തിന്റെ 2ാമത്തെ ഭാഗം ഉപദേശപരമായ വിഷയങ്ങൾ. ഈ 2ാമത്തെ ഭാഗം ഞാൻ ഓർപ്പിച്ചതുപോലെ ഉപദേശപരമായ വിഷയത്തിലേക്ക് അപ്പോസ്തലനായ പൗലോസ് തിരിയുകയാണ്. വിശ്വാസത്താലാണോ പ്രവൃത്തിയാലാണോ മനുഷ്യന് നീതീകരണം ലഭിക്കുന്നത്? ഇതാണ് വിഷയം. ന്യായപ്രമാണം കൂടാതെ വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ എന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം പൗലോസ് 4 വിധ തെളിവുകൾ ഈ അധ്യായത്തിൽ നിരത്തുന്നു. സ്തോത്രം. അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 1ാം ഭാഗം ഗലാത്യരുടെ അനുഭവം. അവരുടെ അനുഭവത്തിൽ നിന്ന് അവരെന്താണ് പഠിച്ചത്? 2ാം ഭാഗം അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അബ്രഹാമിന്റെ മാതൃക. 3ാം ഭാഗം അതിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പഴയ നിയമ തിരുവെഴുത്തുകളുടെ സാക്ഷ്യം. പഴയ നിയമത്തിൽ അതോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങൾ. പഴയ നിയമ തിരുവെഴുത്തുകളുടെ സാക്ഷ്യം. കർത്താവായ യേശുക്രിസ്തു മൂലം ന്യായപ്രമാണത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ചു എന്നുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 4ാമത്തെ ഭാഗം അതിന്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യ ഇടപാടിൽ ദൈവിക ഉടമ്പടിയുടെ പരിശുദ്ധി എന്ന വിഷയം. ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശവും അശക്തിയും ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. മനുഷ്യ ഇടപാടിൽ ദൈവിക ഉടമ്പടിയുടെ പരിശുദ്ധി. ഈ രാത്രികാലം നമ്മൾ അതിന്റെ 1ാമത്തെ ഭാഗമാണ് ചിന്തിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ന്യായപ്രമാണം കൂടാതെ വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ എന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് 4 വിധ തെളിവുകൾ ഈ അധ്യായത്തിലൂടെ നമുക്ക് നൽകി തരുന്നു. അതിന്റെ 1ാമത്തെ ഭാഗം ഗലാത്യരുടെ അനുഭവം. അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ അനുഭവം എന്താണ്? അതാണ് ഈ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിൽ പൗലോസ് വിവരിക്കുന്നത്. സ്തോത്രം. 3ാം അധ്യായം അതിന്റെ 1ാമത്തെ വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? അവിടെ തുടങ്ങുന്ന ഇങ്ങനെയാണ്: ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ഇംഗ്ലീഷിൽ അവിടെ വായിക്കുന്നു, ഓ ഫൂളിഷ് ഗലേഷ്യൻസ്. സാധാരണ പതിവനുസരിച്ച് അപ്പോസ്തലനായ പൗലോസ് പ്രിയ സഹോദരന്മാരെ എന്നൊക്കെയാണ് വിളിക്കുന്നത്, അല്ലേ? ലേഖനമൊക്കെ തുടങ്ങുമ്പോൾ അങ്ങനെയാ നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പൗലോസ് അവരെ വിളിക്കുകയാണ് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. പ്രിയ സഹോദരന്മാരെ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസിന് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കഴിയുന്നില്ല. അവർ സുബോധമില്ലാത്തവരാണെന്നല്ല അതിന്റെ അർത്ഥം, അവർ സുബോധമുള്ളവരാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പര്യാപ്തത നിരസിക്കത്തക്ക നിലയിൽ അവർ ആയല്ലോ എന്നോർത്ത് പൗലോസ് ദുഃഖിക്കുകയാണ്. ഹല്ലേലൂയ. അതായത് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പര്യാപ്തത എന്ന് പറഞ്ഞത് അതാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ മാത്രമുള്ള രക്ഷ, അത് നിരസിക്കുന്ന നിലയിലേക്ക് അവരായല്ലോ എന്നോർത്ത്
അപ്പോസ്തലനായ പൗലോസ് അവരെ വിളിക്കുക, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരേ. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഇതുപോലെ തന്റെ ശിഷ്യന്മാരെ ഒരിക്കൽ വിളിച്ചതാ. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം അതിന്റെ 25 വാക്യം എന്ന് എടുത്താട്ട്, ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 25. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. യേശു താൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എമ്മേവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരോട്, അവരോട് ചേർന്ന് നടന്ന് അവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് അവരോട് പറയുന്നു, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. സ്തോത്രം. പ്രവാചകന്മാർ പറഞ്ഞ യേശുവിനെ വിശ്വസിക്കാത്ത ശിഷ്യന്മാരെ നോക്കി യേശു വിളിച്ചതുപോലെ താൻ വരച്ചു കാട്ടിയ ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ഗലാത്യരെ നോക്കി പൗലോസ് വിളിക്കുന്നു, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. കണ്ടിന്യൂ ചെയ്താട്ട് ആ വാക്യം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മായ്ക്കിയത് ആർ? യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ. പൗലോസ് അവരുടെ നടുവിൽ സുവിശേഷവുമായി ചെന്നപ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അവർക്ക് നന്നായിട്ട് തെളിയിച്ചു കൊടുത്തതാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ പരസ്യ പ്രസംഗത്തിന്റെ പൊതു സന്ദേശമായിരുന്നു ക്രൂശ്. അത് ഗലാത്യരോട് മാത്രമല്ല, മറ്റു സഭകളോടും. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ പഠിച്ച കാര്യം എന്താണ്? 1 കൊരിന്ത്യർ 1 അധ്യായം 23 വാക്യം എന്താണ്? 1 Corinthians chapter 1 verse 23. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 1 കൊരിന്ത്യർ തന്നെ 2 അധ്യായം 2 വാക്യം എന്താണ്? ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ പരസ്യ പ്രസംഗത്തിന്റെ പൊതു സന്ദേശം കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു, ക്രൂശായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുന്നു, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ? കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയോട് എന്തെങ്കിലും കൂടുതലായി ചേർക്കുന്നത് ബുദ്ധിഹീനതയാ. അതുകൊണ്ടാണ് പൗലോസ് അവരെ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വിളിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു. രക്ഷയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ആ പ്രവൃത്തിയോട് എന്തെങ്കിലും കൂടുതലായി ചേർക്കുന്നത് ബുദ്ധിഹീനതയാ. കൃപയുടെ സുവിശേഷത്തോട് പ്രവൃത്തി ചേർക്കത്തക്ക വിധം യഹൂദവാദികൾ അവരെ ക്ഷുദ്രം ചെയ്ത് മയക്കിയോ എന്ന് പൗലോസ് ആശ്ചര്യപൂർവ്വം ചോദിക്കുക. ഈ ചോദ്യം മൂലം പൗലോസ് ക്ഷുദ്രത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് അർത്ഥമില്ല കേട്ടോ. അങ്ങനൊന്നും ചിന്തിക്കരുത്. ക്ഷുദ്രം ചെയ്യുന്നത് ഒരു ദൈവ പൈതലിന് നിഷിദ്ധമാണ്. എന്താണ് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? അതോടുള്ള ബന്ധത്തില് 18 അധ്യായം എടുത്താട്ട് അതിന്റെ 10-11 വാക്യങ്ങൾ. ഡ്യൂട്രോണമി ചാപ്റ്റർ 18 വേഴ്സ് 10 and 11. തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ.
ഇന്നും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? പ്രശ്നക്കാരൻ, അവിടെ ഇംഗ്ലീഷിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വൺ ഹു പ്രാക്ടീസസ് ഡിവിനേഷൻ, ഭാവി പ്രവചനം ചെയ്യുന്നവൻ. പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നവനല്ല, പ്രശ്നം വെക്കുന്നവൻ. പ്രശ്നക്കാരൻ. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? മുഹൂർത്തക്കാരൻ, ഒബ്സർവർ ഓഫ് ടൈം. മുഹൂർത്തം നോക്കി കല്യാണം നടത്താറുണ്ട് അല്ലേ? എന്നാലും മുഹൂർത്തം നോക്കി കല്യാണം നടത്തുന്ന എത്രയോ കല്യാണങ്ങൾ മാറിപ്പോകുന്നു. സ്തോത്രം. ഹൗസ് വാമിംഗ് ഒക്കെ വെക്കുന്നുടനെ സമയം നോക്കാറുണ്ട്. എൻ്റെ ഒരു കസിൻ ബ്രദർ ഒരു വീട് വെച്ചപ്പോൾ പുള്ളി വിശ്വാസത്തിലേക്ക് വന്നിട്ട് പിന്നെ വലിയൊരു തല്ലിപ്പുള്ളിയായിട്ട് നടന്ന, പക്ഷേ അവസാനം വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. ഹീസ് എ ബില്യണയർ എന്ന് തന്നെ പറയാം. അപ്പം പുള്ളിയുടെ വീട് വെച്ചപ്പോൾ പുള്ളി അത് ഹൗസ് വാമിംഗ് നടത്താൻ ഉദ്ദേശിച്ചത് ഒരു കർക്കടക മാസത്തില. അപ്പം എൻ്റെ വീടിന്റെ കൺസൾട്ടന്റും പുള്ളിയുടെ വീടിന്റെ കൺസൾട്ടന്റും ഒരേ ആളായിരുന്നു. പുള്ളി അത് എന്നോട് പറഞ്ഞത്. അപ്പം പുള്ളി പറഞ്ഞു, സാറേ ഈ പിന്നെ കർക്കിടക മാസത്തിൽ വെക്കണ്ട, കാരണം ഒരു മാസം കൂടി മാറിക്കഴിഞ്ഞാൽ ചിങ്ങമാസമാവും, നല്ല മാസമാവും. അപ്പൊ പറഞ്ഞു ഇല്ലില്ല, അത് കർക്കിടക മാസം പിന്നെ പുള്ളി പറഞ്ഞു അത് അത്ര ശരിയല്ല, അതുകൊണ്ട് നമുക്ക് ചിങ്ങമാസത്തിൽ നടത്താം. അപ്പൊ പുള്ളി പറഞ്ഞു, എവിടാ പറഞ്ഞേക്കുന്നത് കർക്കിടക മാസം മോശമാന്ന്? അല്ല അതങ്ങനെ, എന്നാ ആ മാസം തന്നെ എനിക്ക് നടത്തണം. എന്നിട്ട് പുള്ളി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. ആ ഡേറ്റ് എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ കർത്തവാവ്, അന്ന് ലോകത്താരും മാറി താമസിക്കുന്ന ദിവസമല്ല. അപ്പൊ പുള്ളി വീണ്ടും പറഞ്ഞു, അയ്യോ ആ ദിവസം എന്തായാലും വേണ്ട, വേറെ ഏതെങ്കിലും ദിവസം. അതെന്താ? അത് കർത്തവാന്ന്, എന്നാ എനിക്ക് അന്ന് തന്നെ മാറണം. പുള്ളിയുടെ താമസമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു 8-10 വർഷമായി. ദൈവത്തിന് സ്തോത്രം. ഒബ്സർവർ ഓഫ് ടൈംസ്, രാഹുകാലമൊക്കെ നോക്കി ഇറങ്ങുന്ന ആളുകളെ കണ്ടില്ലേ? ഒരു ദിവസം ഒരു സമയമൊക്കെ ഉണ്ടല്ലേ? മനോരമ കലണ്ടറിൽ മാതൃഭൂമിയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇറങ്ങരുത്, പോകരുത്, അങ്ങനെയൊക്കെ നോക്കുന്ന ആളുകളുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നു മുഹൂർത്തക്കാരൻ. അടുത്തത് ആഭിചാരകൻ, എൻചാന്റർ, മന്ത്രവാദി. അടുത്തത് ക്ഷുദ്രക്കാരൻ, ദ വൺ ഹു പ്രാക്ടീസസ് വിച്ച് ക്രാഫ്റ്റ്, ക്ഷുദ്രം ചെയ്യുന്നവൻ. അടുത്തത് മന്ത്രവാദി, ചാമർ, മാന്ത്രികൻ, മയക്കുന്ന ആള്, മാജിക്കൊക്കെ കാണിക്കുന്ന ആളുകളില്ലേ. അടുത്തത് വെളിച്ചപ്പാട്, കൺസൾട്ട്സ് ഓർ കൺസൾട്ടർ വിത്ത് ഫെമിലിയർ സ്പിരിറ്റ്സ്. വെളിച്ചപ്പാടിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ? പിള്ളേരൊക്കെ കാണുന്നുണ്ട് ഓടും പേടിച്ചിട്ടല്ലേ, വാളുമൊക്കെ ആയിട്ട് വരുന്നത്. ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടില്ലേ? സ്തോത്രം. അടുത്തത് ലക്ഷണം പറയുന്നവൻ, ഇന്റർപ്രറ്റ്സ് ഒമൻസ്, അതായത് മുഖത്ത് നോക്കി ലക്ഷണം പറയും. നമ്മൾ വിചാരിക്കും പാസ്റ്റർമാർക്ക് മാത്രമേ ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. നല്ല ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അഞ്ജനക്കാരൻ, എന്തോ അഞ്ജനക്കാരൻ, അഞ്ജനം എന്താ? സഹോദരിമാർക്കൊക്കെ അറിയാം. അഞ്ജന കണ്ണെഴുതി എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ? മഷി, കൺമഷി അല്ലേ? അഞ്ജന കണ്ണെഴുതി. ഈ എന്താ അഞ്ജനക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ, ശൈലയോട് എന്ന് പറയുന്നു.
വെറ്റിലയിലൊക്കെ മഷിയൊക്കെ തേച്ച് ഒക്കെ കാണാൻ പറ്റും എന്തൊക്കെയാന്ന്. ആ, സ്തോത്രം. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ എഴുതിയിരിക്കുന്നു, ക്ഷുദ്രം ചെയ്യുന്ന ഒരു ദൈവവേദന നിഷിദ്ധമായ കാര്യമാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ചായിട്ട് ക്ഷുദ്രം ചെയ്യുന്നവന് എന്താ എഴുതിയിരിക്കുന്നത്? Revelation 22:15. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അപ്പം ക്ഷുദ്രം ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുവാൻ തക്കണം സാധിക്കത്തില്ല. അവന്റെ സ്ഥാനം പുറത്താ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോസ്തലനായ പൗലോസ് ക്ഷുദ്രത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് നമ്മളിത് വായിക്കുന്നുണ്ട് തോന്നരുത്. നിങ്ങൾ ക്ഷുദ്രം ചെയ്ത് വായിക്കത് എന്ന് ചോദിക്കുന്നവരണേ പൗലോസ് ഇതിലൊക്കെ വിശ്വസിച്ചു എന്ന് കരുതരുത്. 2-ാം വാക്യം. ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. ഗലാത്യരുടെ തെറ്റ് ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ആവശ്യമായിരുന്ന അല്ലെങ്കിൽ പര്യാപ്തമായിരുന്ന ഒരു സിമ്പിൾ ചോദ്യം പൗലോസ് ചോദിക്കുക. ഒന്നാമത് ചോദിക്കുന്നു, അവർക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണം അനുശാസിക്കുന്ന പ്രവൃത്തി ചെയ്തതിനാലാണോ? ഉത്തരം ഒരിക്കലുമല്ല. അതായത് ന്യായപ്രമാണം അനുശാസിക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് നീതീകരണം പ്രാപിച്ച് ആത്മാവിനെ പ്രാപിപ്പാൻ തക്കവണ്ണം ഒരു മനുഷ്യനും സാധ്യമല്ല. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ? ഒന്നാമത്തെ ചോദ്യം. 2-ാമത്തെ ചോദ്യം, അവർക്ക് ആത്മാവ് ലഭിച്ചത് വിശ്വാസത്തിന്റെ പ്രമാണം കേട്ടതിനാലാണോ? യെസ്, അവർ സുവിശേഷം കേട്ട് വിശ്വസിച്ചതിനാൽ തന്നെ. അത് ആത്മാവ് ദൈവത്തിന്റെ ദാനമാണെന്ന് ഓർത്തുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം കേട്ട് വിശ്വസിച്ച പൗലോസിന് പരിശുദ്ധാത്മാവ് ലഭിച്ചതുപോലെ ഇത് ഗലാത്യരുടെയും അനുഭവമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം കേട്ടപ്പോൾ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. നമുക്കറിയാം യേശു ക്രിസ്തുവിനെ അവൻ വിശ്വസിച്ചപ്പോൾ അവന് സംഭവിച്ചത് ദമസ്കോസിൽ വെച്ച്. ഇതുപോലെ ഇത് ഗലാത്യരുടെയും അനുഭവമായിരുന്നു. ഗലാത്യരുടെ മാത്രമല്ല, എഫേസ്യർക്കും ഇത് അനുഭവമായിരുന്നു. എഫേസ്യ ലേഖനം ഒന്നെടുത്താട്ട് 1-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 13 and 14. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ ആചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ ആചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഞാൻ ഒരിക്കലും എടുത്തൊരു വേദഭാഗമായത്. ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഈസ് ദ ഗ്യാരണ്ടി ഓഫ് അവർ ഇൻഹെറിറ്റൻസ് until we acquire possession of it. നമ്മിലുള്ള പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് is the guarantee of our inheritance. അതായത് നമ്മുടെ പിതൃസ്വത്ത്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ പിതൃസ്വത്ത്, നമ്മുടെ പിതാവിന്റെ സ്വത്തിന്റെ ഗ്യാരണ്ടിയാണ്.
until we acquire possession of it. അത് കൈവശമാക്കുന്നത് വരെ നമ്മുടെ സ്വർഗത്തിലെ പിതാവിന്റെ സ്വത്തിന്റെ ഗ്യാരണ്ടിയാണ് നമ്മിൽ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. സ്വർഗത്തിൽ പോകുവോ, എന്താ ഉറപ്പ് ചോദിക്കുന്നേ? ഉത്തരം അതാ, എന്നെ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് അതിന്റെ ഉറപ്പ്. അത് ഓരോരുത്തർക്കേ പറയാൻ പറ്റത്തുള്ളൂ. ആ ധൈര്യം സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാല് പോകുമായിരിക്കും. നമുക്ക് എങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്നേ? ദൈവം നിന്നെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നും നമ്മൾ പോകത്തില്ല കേട്ടോ. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചത് കൊണ്ട് ദൈവം നമ്മിൽ മുദ്രയിട്ടിരിക്കുന്ന ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഗ്യാരണ്ടി. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കരയറ്റിക്കാട്ടെ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതൊരു വേദഭാഗം വായിച്ചായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 44-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവ് വന്നു. വചനം കേട്ട് വിശ്വസിച്ച, തെറ്റിദ്ധരിക്കരുത്, ജസ്റ്റ് കേട്ടു എന്നുള്ളതല്ല, വചനം കേട്ട് വിശ്വസിച്ച എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ കൊർന്നല്യോസിനും ഭവനക്കാർക്കും ഇത് തന്നെയായിരുന്ന അനുഭവം. അപ്പോൾ പൗലോസിന്റെ അനുഭവം ഗലാത്യ സഭയ്ക്കുണ്ടായി, എഫേസ്യ സഭയ്ക്കുണ്ടായി, കൊർന്നല്യോസിനും കുടുംബത്തിന് ഇത് തന്നെയായിരുന്ന അനുഭവം. ഇവിടെ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? ദൈവത്തിന്റെ വചനം കേട്ട് വിശ്വസിച്ചവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം കേൾവിക്ക് വളരെ പ്രാധാന്യമുണ്ട്. റോമലേഖനം 10-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചായിട്ട് ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 14 to 17. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. 17-ാം വാക്യം, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം കേൾവിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഒരുക്കത്തോടുകൂടെ ഇരിക്കണം. നമുക്ക് ഉറക്കം വരുന്ന സമയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴാണ്. ആരാധന മധ്യേ നമ്മൾ ഉറങ്ങത്തില്ല, കാരണം ഈ വേളം കാരണം ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഉറക്കം വരുന്ന സമയം എന്ന് പറയുന്നത് അത് നമ്മളെ ഉറക്കിക്കളയും. കാരണം എന്താന്ന് ചോദിച്ചാല് ദൈവത്തിന്റെ വചനം, ബാക്കിയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം അവനെ രൂപാന്തരപ്പെടുത്തുന്നത്. ആ സമയത്ത് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരും, നമുക്ക് ക്ഷീണം വരും. നമ്മൾക്ക് ജോലി ചെയ്യുന്നവരാ, നമുക്കറിയാം ക്ഷീണം ഉണ്ടാവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് വചനത്തിന് മുൻപിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ക്ഷീണം ഒക്കെ ഉണ്ടാവും. എങ്കിലും പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഇരിക്കുക. പ്രത്യേകിച്ച് ഉറങ്ങാൻ തക്കവണ്ണം സമയം കിട്ടുന്ന ആളുകൾ ഒരു അരമണിക്കൂർ ഉറങ്ങിയിട്ട് വചനം കേൾക്കുവാനിരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് നമ്മളെ ഈ കേൾവി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴാണ്, എന്നോടൊരു സഹോദരൻ കഴിഞ്ഞ ദിവസം പറയാനിടയായിത്തീർന്നു, കേൾക്കുന്നോണെ എല്ലാം മനസ്സിലാവും, പക്ഷെ അവിടെ വീട്ടിൽ പോയിരുന്ന് വായിക്കുന്നോണെ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പം ഈ ദൈവത്തിന്റെ വചനം കേൾവിയാലാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിലിടയായി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ
ദൈവത്തിന്റെ വചനം ദൈവദാസന്മാരിൽ കൂടി കേട്ടാണ് ആ വചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ ഇടയായി തീർന്നത്. അപ്പോൾ കേൾവിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ വചനം കേട്ടിട്ട് ഒരുവൻ അത് യഥാർത്ഥമായിട്ട് വിശ്വസിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവനെ വീണ്ടും ജനിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഗിസൈസിലെ മീറ്റിംഗിൽ പറഞ്ഞതുപോലെ വീണ്ടും ജനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചായിരുന്നല്ലോ, രക്ഷയെക്കുറിച്ച് ചിന്തിച്ചായിരുന്നല്ലോ. ഹല്ലേലൂയ. അങ്ങനെയാണ് നാം ദൈവത്തിന്റെ മക്കളായി തീർന്നത്. ദൈവത്താൽ ഒരുവൻ വീണ്ടും ജനിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മകനായി തീരുന്നത്. അതെപ്രകാരമാണ് സാധിക്കുന്നത്? പരിശുദ്ധാത്മാവ് അവനെ ജനിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് എങ്ങനെയാ വന്നത്? ദൈവത്തിന്റെ വചനം വിശ്വസിച്ചപ്പോൾ. ദൈവത്തിന്റെ വചനം വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കണം. അവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അത് ബ്ലോക്ക് ചെയ്യുവാൻ തക്കവണ്ണം സാത്താൻ എപ്പോഴും ശ്രമിക്കും. കാരണം പിന്നീടുള്ള അവന്റെ പോക്കെന്ന് പറയുന്ന രക്ഷയിലേക്കാ, വീണ്ടും ജനനത്തിലേക്കാ. അതുകൊണ്ട് അവിടെ തടസ്സം കൊണ്ടിടുവാൻ തക്കവണ്ണം എപ്പോഴും സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം കേൾവി വളരെ പ്രധാനമുള്ളതാ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ദൈവത്തിന് സ്തോത്രം. 3-ാം വാക്യം. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ആത്മാവ്, ജഡം, രണ്ട് വാക്കുകളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവ രണ്ടും വിപരീത യാഥാർത്ഥ്യങ്ങളാണ്. ജഡം എന്നത് വീണ്ടും ജനിക്കുന്നതിന് മുൻപുള്ള പ്രാകൃത മനുഷ്യനെ കാണിക്കുന്നു. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് അവിടെ ആത്മപ്രാപണത്താൽ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ശരിയായിട്ടുള്ള അർത്ഥം. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട്, ആത്മപ്രാപണത്താൽ ആരംഭിച്ചിട്ട്, ആത്മാവിനെ പ്രാപിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. എങ്ങനെയാണ് ആത്മാവിനെ പ്രാപിച്ചത്? സുവിശേഷം കേട്ട് വിശ്വസിച്ചിട്ട്. അതായത് സുവിശേഷം കേട്ട് വിശ്വസിച്ച് ആത്മാവിനെ പ്രാപിച്ച് ആത്മാവ് കൊണ്ട് ആരംഭിച്ച് നാം ന്യായപ്രമാണം കൂടി അനുസരിച്ചെങ്കിലേ പൂർണ്ണരാകൂ എന്ന് പറയുവാൻ തക്കവണ്ണം നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ. അതാണ് പൗലോസ് അവിടെ ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. റോമലേഖനം എടുത്താട്ട് 8-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 3. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. സ്തോത്രം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് വീണ്ടും ന്യായപ്രമാണ ആചാരങ്ങളിലേക്ക് പോയി ജഡത്തിന്റെ പ്രവൃത്തികളാൽ രക്ഷ പ്രാപിക്കുവാൻ ശ്രമിക്കുന്ന നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ എന്നാ പൗലോസ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. ഗലാത്യരുടെ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു ആത്മീക മാറ്റം അവരിൽ വരുത്തിയതാ. എന്നാൽ ന്യായപ്രമാണം കൂടി ആചരിച്ചാലേ അവർ പൂർണ്ണരാകൂ എന്ന് ദുരുപദേഷ്ടാക്കന്മാർ അവരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. ഇത് അപ്പോസ്തലനായ പൗലോസ് അവരോട് കൂടെ ഇരുന്നപ്പോൾ പഠിപ്പിച്ചതിന് വിപരീതമാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പൗലോസ് പോയതിനു ശേഷം ദൈവസഭയിൽ ദുരുപദേഷ്ടാക്കന്മാർ നുഴഞ്ഞു കയറി ഈ ന്യായപ്രമാണം കൂടി അനുസരിച്ചാലേ രക്ഷ പൂർണ്ണമാകൂ എന്നവരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. 4-ാമത്തെ വാക്യം വായിച്ചാട്ട് വേഴ്സ് 4. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്രയെന്ന് വരികിൽ. എന്നാൽ നിങ്ങൾ ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ?
എത്രയെല്ലാം? എന്തോ അവരനുഭവിച്ച്? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചോ? ആദ്യകാലത്ത് ഗലാത്യരുടെ ഇടയിൽ അവർ അനുഭവിച്ച പീഡകളുടെ സൂചന നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണാം. ഈ പീഡകളൊക്കെയും അഴിച്ചുവിട്ടത് യഹൂദന്മാരായിരുന്നു. ആണ് ഈ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ, പ്രവൃത്തികളുടെ പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചാൽ അത് ഒത്തിരി പ്രയോജനം ചെയ്യും. പ്രവൃത്തികളുടെ പുസ്തകം എടുത്താട്ട് 13-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 45. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. 50-ാം വാക്യം. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യസ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഇത് എവിടെ വെച്ചാണ് നടന്നത്? ഗലാത്യയിലെ പിസിദ്യയിലെ അന്ത്യോക്യയിൽ വെച്ച് പീഡ തുടങ്ങി. പിന്നെ അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 14-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, ചാപ്റ്റർ 14 വേഴ്സ് 2. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. 5-ാം വാക്യം. അവരെ അപമാനിപ്പാനും കല്ലെറിവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോട് കൂടി ഒരു ആക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ചു. അവരെ അപമാനിക്കുവാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോട് കൂടി ഒരു അക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ചു. ഇതെവിടെ വെച്ചാ സംഭവിച്ചത്? പിസിദ്യയിലെ അന്ത്യോക്യയിൽ വെച്ച് പീഡ തുടങ്ങി. ഇക്കോന്യയിൽ ഈ പീഡ ആവർത്തിച്ചു. ഞാൻ ഈ ലേഖനത്തിന്റെ പ്രാരംഭ ക്ലാസ്സിൽ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ദക്ഷിണ ഗലാത്യ, ഉത്തര ഗലാത്യ, അവിടെ ഏതൊക്കെ സ്ഥലങ്ങളാണത് അപ്പോസ്തലനായ പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ സന്ദർശിച്ച 1, 2, 3 മിഷണറി യാത്രകളിൽ സന്ദർശിച്ച സ്ഥലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചത് ആദ്യത്തെ ക്ലാസ്സിൽ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായിട്ട് വീണ്ടും 14-ാം അധ്യായത്തിലേക്ക് ഈ പീഠ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. 14-ാം അധ്യായം 19-ാം വാക്യം വായിച്ചോട്ടെ. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും നേരത്തെ പീഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് അവിടുന്ന് ലുസ്ത്രയിലേക്ക് വന്നു പൗലോസ്. അപ്പൊ നേരത്തെ പീഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് അവർ ലുസ്ത്രയിലേക്ക് വന്നെ അവിടുന്ന് ആളുകൾ വന്നിരിക്കുന്നു. അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. നമുക്കറിയാം ലുസ്ത്രയിൽ വെച്ച് അപ്പോസ്തലനായ പൗലോസിന് അനുഭവിച്ച ആ കഷ്ടം, 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെടുന്നതൊക്കെ അല്ലെ. ഇനി 22-ാമത്തെ വാക്യം വായിച്ചിട്ട്. വിശ്വാസത്തിൽ നിലനിൽക്കണം നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അപ്പോൾ ലുസ്ത്രയിലും ഈ പീഡ തുടർന്നു. ഇവിടെ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുക, ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചോ? എത്രയെല്ലാം? അതിന്റെ ഉത്തരമായത് അവരനുഭവിച്ച കഷ്ടങ്ങൾ ഇതൊക്കെയായിരുന്നു. ആദ്യ കാലത്ത് ഗലാത്യരുടെ ഇടയിൽ അവരനുഭവിച്ച കഷ്ടങ്ങൾ, ഈ പീഡകളെല്ലാം അഴിച്ചുവിട്ടത് ആരാ? യഹൂദന്മാരായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. പൗലോസ് തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം എടുത്ത് 2 Timothy chapter 3 verse 11. അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. സ്തോത്രം. അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ചിന്തിച്ച കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ലൂക്കോസ് എഴുതിയ കാര്യങ്ങൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തന്നെ തിമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗലാത്യയിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. പിന്നെ അവിടെ കാണുന്നു, ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു. അത് കഴിഞ്ഞിട്ടൊരു കോളനുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നീട് പൗലോസ് പറയുന്നു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. പിന്നീട് അപ്പോസ്തലന്മാർ അവിടുന്ന് പോയി. അവരവിടുന്ന് പോയിട്ടും പീഡ തുടർന്നുകൊണ്ടിരുന്നു. ആര് ഈ പീഡ അഴിച്ചുവിട്ടത്? ഞാൻ പറഞ്ഞ യഹൂദന്മാരാണെന്ന്. യഹൂദന്മാരുടെ കയ്യാൽ ഇതെല്ലാം അനുഭവിച്ച ശേഷവും മുമ്പിലത്തെ കൃപയുടെ സ്ഥാനവും പീഡ അനുഭവിച്ചതും തെറ്റാണെന്ന് തോന്നത്തക്ക വിധം അവർ ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളിലേക്ക് മടങ്ങിപ്പോകും. അവർക്കെതിരെ ഈ പീഡ ഉണ്ടാക്കിയതെല്ലാം യഹൂദന്മാരാ. അവർ ദൈവകൃപ മുന്നേ അനുഭവിച്ചതാ. ആ കൃപ, ദൈവത്തിന്റെ കൃപ അവർ മറന്നുപോയി. ദൈവകൃപയുടെ ബഹുത്വം അവർ മറന്നുപോയി. അവരനുഭവിച്ച പീഡകൾ, എന്തിനാ പീഡ അനുഭവിച്ചത്? വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട്. അതെല്ലാം അവർ മറന്നുപോയിട്ട് അതെല്ലാം തെറ്റാണെന്ന് തോന്നത്തക്ക വിധം അവർ ന്യായപ്രമാണ ആചാരത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന പലരുടെയും സ്ഥിതി ഇതാ. എന്തിനാ അവർ കഷ്ടപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, കുറച്ചുനാൾ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വീണ്ടും പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോകുന്ന അനേക സഹോദരങ്ങളെ നമ്മൾ കാണുവാൻ തൊക്കെ കഴിയുന്നുണ്ട്. കാണുന്നുണ്ടെങ്കിൽ മനസ്സ് വേദനിക്കാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വേണ്ട ഫൗണ്ടേഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. ഷേക്കി ഫൗണ്ടേഷനിലാണ് അവരുടെ വിശ്വാസ ജീവിതം അവർ പണിതത്. എന്തെങ്കിലും ഒരു വിഷയം വന്ന് കഴിയുന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി അതിനാ, സ്വവഴിക്ക് പോവും. ദുഃഖകരമായ കാര്യം. ഇവിടെ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ വൃഥാവിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 4-5 വാക്യങ്ങൾ വായിച്ചായിട്ട്. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്രയെന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചോ? വെറുതെ അത്രേന്ന് വരികിൽ. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചത് വെറുതെയാണോ? സുവിശേഷം വിശ്വസിച്ചത് വെറുതെയാണോ? വെറുതെ എന്ന് വരികിൽ. കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒരു വാക്യം പറയുന്നുണ്ട്. 1 Corinthians chapter 15 verse 1 and 2. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. സ്തോത്രം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ, അത് വൃഥാവാണോ അല്ലെന്ന് വരികിൽ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം, വർത്തമാന രക്ഷ
നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തിന് വിരോധമായിട്ട് ആരെങ്കിലും മറ്റൊരു സുവിശേഷവുമായി ആ വഴിക്ക് വന്നാൽ നിങ്ങൾ അവരുടെ കൂടെ പോകരുത്. ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? മടങ്ങി വരുന്നു. വെറുതെ എത്രയെന്ന് വരികിൽ എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് ആത്മനിറവ് നൽകി എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ആത്മാവിനെ നൽകി. ശരിയായ തർജ്ജമ. നിങ്ങൾക്ക് ആത്മനിറവ് നൽകി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് 4-ാം അധ്യായത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. 4:11. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി. നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവൻ. പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 14 വേഴ്സ് 3. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ചു, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. എന്നാൽ അവർ ആരൊക്കെയാ? പൗലോസും ബർന്നബാസും വളരെ കാലം അവിടെ പാർത്തു. എവിടാ? വീടിനുണ്ടായിരുന്ന ഇക്കോന്യയിൽ. കർത്താവിൽ ആശ്രയിച്ചു, പ്രാഗൽഭ്യത്തോടുകൂടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ തന്റെ കൃപയുടെ, അതായത് കർത്താവ് തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. ദൈവത്തിന് സ്തോത്രം. ഇത് ഇക്കോന്യയിൽ സംഭവിച്ച കാര്യം അവരിൽ കൂടി. ഇവിടെ ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി. നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികൾ ചെയ്യുന്നവൻ. തങ്ങൾ പ്രസംഗിക്കുന്നത് ദൈവ സന്ദേശമാണെന്ന് തെളിയിക്കത്തക്ക വിധം അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. അതാണ് നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു വേദഭാഗം കൂടെ എടുത്താട്ട് പ്രവൃത്തികളുടെ പുസ്തകം തന്നെ 14-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള ഒരു വാക്യം. അവിടെ നടന്ന ഒരു സംഭവം, വീര്യപ്രവൃത്തി, നമുക്കറിയാവുന്ന കാര്യമാണ്. വേഗത്തിൽ വായിച്ചാട്ട് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 14 വേഴ്സ് 8 to 10. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കാൻ ഉത്തരം പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യ പ്രസംഗിയാകിയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കിൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ ഇവിടെ നാം കാണുന്നു, ലുസ്ത്രയില് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ അവർ സൗഖ്യമാക്കുന്നതായിട്ട് കാണുന്നു. അതായത് പിതാവാം ദൈവം അവർക്ക് ആത്മനിറവ് നൽകി. ആ ആത്മാവ് അവരുടെ ഇടയിൽ അമാനുഷികമായിട്ടുള്ള വീര്യപ്രവൃത്തികൾ ചെയ്തതായിട്ട് നാം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അതാണ് ഗലാത്യ ലേഖനത്തിൽ എഴുതി വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി. നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവൻ. അവരുടെ ദേശത്ത് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തതാ. പിന്നീട് നാം വായിക്കുന്നു, അത് ചെയ്തത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലാണോ അങ്ങനെ ചെയ്യുന്നത്? ദൈവത്തിന് സ്തോത്രം. പിതാവാം ദൈവം ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ ന്യായപ്രമാണം ആചരിച്ചത് കൊണ്ടോ?
അതോ സുവിശേഷം കേട്ട് കർത്താവിനെ വിശ്വസിച്ചത് കൊണ്ടോ? അവർ ആത്മവരങ്ങൾ പ്രാപിച്ചപ്പോൾ ന്യായപ്രമാണത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാതിരുന്നത് കൊണ്ട്. കാരണം അവർ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നത്. അവർ ന്യായപ്രമാണം ആചരിച്ചവരല്ല. ന്യായപ്രമാണത്തെക്കുറിച്ച് അവർ കേട്ടിട്ട് പോലും ഇല്ലാതിരുന്നത് കൊണ്ട് ആദ്യം പറഞ്ഞത് ഒരിക്കലും ശരിയാകത്തില്ല. പിന്നെ ആരാ ഇവരെ ഇതിനകത്തിലേക്ക് തിരിച്ചത്? യഹൂദവാദികൾ. യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ ന്യായപ്രമാണം കൂടി ആചരിച്ചാലേ രക്ഷ പൂർണ്ണമാകൂ എന്നവരെ പഠിപ്പിച്ചു. അങ്ങനെയെങ്കില് ആത്മാവ് ലഭിച്ചതും ആത്മനിറവ് ലഭിച്ചതും വീര്യപ്രവൃത്തി ചെയ്യുന്നതും വിശ്വാസത്തിന്റെ കേൾവിയാലും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലുമാണെന്ന് ഈ വാക്യങ്ങൾ തെളിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ ലേഖനത്തിന്റെ രണ്ടാമത്തെ വിഷയമാണ് പഠിക്കുന്നത്. ഉപദേശപരമായ വിഷയം, 3-4 അധ്യായങ്ങൾ. അതിൽ ഗലാത്യരുടെ അനുഭവത്തെക്കുറിച്ചാണ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കൂടി നാം ചിന്തിച്ചത്. ഹല്ലേലൂയ. ഈ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തെളിയിക്കുവാൻ തക്കവണ്ണം ഉദ്ദേശിക്കുന്നത് ന്യായപ്രമാണം കൂടാതെ വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ. അത് തെളിയിക്കുവാൻ തക്കവണ്ണം 4 വിധ തെളിവുകൾ അപ്പോസ്തലനായ പൗലോസ് നിരത്തുന്നു. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്, ഗലാത്യരുടെ അനുഭവം. അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് ഈ 5 വാക്യങ്ങളിൽ കൂടി അപ്പോസ്തലനായ പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. തുടർന്നുള്ള ഭാഗം ദൈവം ഉദ്ദേശിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കേട്ട വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.